ക്രൈംബ്രാഞ്ചിന്റെ ഇവിടെ ഈഞ്ചക്കലെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറല്ല. പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ SIT സംഘത്തിൽ ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് SITയുടെ അന്വേഷണത്തിലടക്കം വലിയ സംശയം ഹൈക്കോടതി അടക്കം പ്രകടിപ്പിച്ചു. വലിയൊരു മെല്ലെപ്പോക്ക് ഈ അന്വേഷണത്തിൽ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഉന്നതരിലേക്കടക്കം രാഷ്ട്രീയ ഉന്നതരിലേക്കടക്കം അന്വേഷണം എത്തുന്നില്ല എന്ന വലിയ വിമർശനം എത്തുന്നു. ഒപ്പം തന്നെ SIT പോരാ, CBI അന്വേഷണം വേണം, ഇതിൽ രാഷ്ട്രീയപരമായി ഇടപെടൽ ഉണ്ടാകുന്നു അടക്കമുള്ള കാര്യങ്ങൾ, വലിയ വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുന്നു. അങ്ങനെ പ്രതിപക്ഷ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യുവജനങ്ങൾ, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇവിടെ ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ പത്മകുമാറിന് ശേഷം മന്ത്രി കടകംപള്ളിയിലേക്കടക്കം അന്വേഷണം എത്തുന്നില്ല. നേരത്തെ തന്നെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഇപ്പോൾ പിടിയിലായിട്ടുള്ള N വിജയകുമാറിനെ ശങ്കർദാസിനും അടക്കം പിടികൂടുതൽ വലിയ കാലതാമസം ഉണ്ടായി. ഇപ്പോൾ ശങ്കർദാസ് ഇന്നലെ കീഴടങ്ങുക മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസ് ഇതിലൊരു മെല്ലെപ്പോക്ക്, SIT സംഘത്തിൽ വലിയ മെല്ലെപ്പോക്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം തുടങ്ങാൻ തീരുമാനിക്കുന്നതും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതും.